എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ ഇമോഷണലായി പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ മോള് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാള്, വേൾഡിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എന്റെ മോളാണ്. അപ്പോ അവളെ ഞാൻ കാണുന്നത് എന്റെ അങ്കിളിന്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ദൂരെ അപ്പുറത്തുള്ള എന്റെ വീട്ടില് അവള് മുറ്റത്ത് വന്നിട്ട് ഒച്ചയാക്കും. എന്തിന്? എന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അധിക സമയം കാണാൻ പറ്റില്ല, എനിക്ക് കരച്ചിൽ വരും, ഞാൻ ഉള്ളിലേക്ക് പോകും. പിന്നെ വെച്ചാല് അവിടെ ഞാൻ കൗച്ചിൽ ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് അവള് അടുത്ത് വരും, ജനലിനുള്ളിലൂടെ വന്നിട്ട് എന്നെ നോക്കും. എന്നിട്ട് ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മെല്ലെ വിളിക്കും. കാരണം അവളെ എന്റെ അടുത്ത് വരുന്ന സമയത്ത് ബാക്കി എല്ലാവരും പറയും, എന്തിനാ മോളെ വരുന്നത്, അച്ഛനെ വയ്യാത്തോണ്ടല്ലേ, നമുക്ക് പിന്നെ കണ്ടുകൂടെ എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ഇവക്ക് ഇവിടെ നെറ്റിയിലൊരു മണമുണ്ട് എന്റെ മോളുടെ. എന്താ വെച്ചാൽ എല്ലാ കുഞ്ഞുമക്കൾക്കും ആ സ്മെല്ലുണ്ടാവും. എനിക്കത് വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പയ്യെ ഞാൻ മെല്ലെ അവളെ ഇങ്ങനെ വിളിച്ചു, ചാകുന്നേരം ചാകട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇൻഫെക്ഷൻ പിടിച്ച് ചാകുന്നേരം തീരട്ടെ വിളിച്ചിട്ട് അവൾക്കും അത് മനസ്സിലായി. അവള് മെല്ലെ വന്നിട്ട് ജനലിൽ പിടിച്ചിട്ട്, പുറത്തുനിന്ന് ജനലിൽ പിടിച്ചിട്ട് മെല്ലെ നെറ്റി അവിടെ വെച്ച് വന്നപ്പോ ഞാൻ കിസ് ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ എന്റെ പൊന്നെ ബ്രോ, എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് കൈ പുറത്തിട്ട് കൊടുത്ത് അവൾക്കൊരു ഉമ്മ തന്നപ്പോ തന്നെ വൈഫ് അത് കണ്ട് അവൾക്ക് മനസ്സിലായി നമ്മളെ ഇമോഷണലി ഉള്ള ഒരു കണക്ഷൻ. അപ്പൊ അവളെന്റെ അടുത്ത് പറഞ്ഞത്, ഓക്കെ സങ്കടമാണെന്നറിയാം, എന്നാലും ആ കൈ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിക്കള, അല്ല സാനിറ്റൈസ് ചെയ്ത് കള, കാരണം വേറൊന്നും വരാൻ വേണ്ടിയിട്ട്, ആ ഇൻഫെക്ഷൻ പിടിക്കണ്ടെന്നില്ലോണ്ട്. എന്റെ മോളുടെ ഒരു ഉമ്മ എനിക്ക് സാനിറ്റൈസ് ചെയ്ത് കളയേണ്ട അവസ്ഥ എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളെ ഇമോഷണലി പല രീതിയിലും ക്യാൻസർ കൊല്ലും.